നമസ്കാരം. ഈ ഗാനം ഏതാണ് എന്നിനി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഗാനത്തെ പറ്റി വലിയ വിവാദം ഉണ്ടാവുകയും അങ്ങനെ അറിയാത്തവർ വരെ അറിയുകയും ചെയ്തതാണ് ഗണഗീതം എന്നാണ്. കൂടുതലും സംഖ്യകളൊക്കെയാണ് ഇത് ആലപിക്കുന്നത്. പക്ഷേ ഇത് സംഖ്യകളുടെ ഗാനമൊന്നും അല്ല കേട്ടോ. അതിലെ എല്ലാ വരികളും ഏത് വരി എടുത്ത് നോക്കിയാലും അതിനകത്ത് നമ്മുടെ രാജ്യത്തെപ്പറ്റി, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരൊക്കെയാണ് അതിൽ പറയുന്നത്. അല്ലാതെ RSS എന്നോ BJP എന്നോ അവരുടെ രാഷ്ട്രീയ അജണ്ട അങ്ങനെയൊന്നുമില്ല. നമ്മുടെ രാജ്യസ്നേഹം ഉദ്ഘോഷിക്കുന്ന ഒരു ഗാനം. ഗണഗീതം എന്നതിൻ്റെ അർത്ഥം അതൊരു സംഘഗാനം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇനി ഇതെന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പത്ത് അവിടെ മുത്തപ്പൻ കോവിലുണ്ട്. അവിടുത്തെ ഒരു ഗാനമേളയാണ്. ആ ഗാനമേളയ്ക്കിടയിൽ ഇവർ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്മി, ഒരു കനൽത്തരി അവിടെ കയറി വരുന്നു, ആലമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഈ കമ്മി അന്തരീക്ഷത്തൂടെ പറക്കുകയാണ്, എയർ കൂടെ പറക്കുന്ന ഒരു കാഴ്ച കൂടി. അത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കാണാം, നോക്കിക്കോളൂ. അയാൾ വന്നിട്ട് അലമ്പൊന്ന് ആദ്യം ഒരാൾ വന്നിട്ട് സംസാരിച്ചിട്ട് പോയതാണ്. പിന്നെ 2-3 പേര് വന്നിട്ട് തൂക്കിയെടുത്ത് വെളിയിലോട്ട് ഇടുന്നുണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പൊക്കിയെടുത്തോട്ട് കൊണ്ടുപോകും. നമ്മുടെ പരിപാടി 2 പാട്ടും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ഇതുവരെ ഒരു പ്രശ്നമല്ല, ഇപ്പോഴും പ്രശ്നമില്ല. ഇത് അങ്ങോട്ട് ഈ കമ്മികൾക്ക് ഇതുവരെ കാര്യങ്ങളുടെ കിടപ്പുവശമൊന്നും അത്ര മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇവരെന്തൊക്കെ എതിർക്കുന്നോ അതൊക്കെ ഇവിടെ കൂടുതൽ ശക്തിയോടെ വളർത്തേ ഉള്ളൂ. ആദ്യം ശോഭായാത്ര തുടങ്ങിയപ്പോൾ അവർ എതിർത്താണ്. പിന്നീട് അവർ തന്നെ ശോഭായാത്രയും കൊണ്ടുവന്നു. രാമായണ മാസം അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയ സമയത്ത്, രാമായണ പാരായണമായിട്ട് വന്ന സമയത്ത് ഇവരതിനെതിരെ കുറേ നോക്കിയതാണ്. അവസാനം M. സ്വരാജ് തന്നെ രാമായണം പാരായണം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മുൻ മന്ത്രിയായിരുന്ന G. സുധാകരൻ രാമായണ പാരായണമായിട്ട് നടക്കുന്ന കാഴ്ച കണ്ടു. യോഗ വന്നപ്പോഴും ഇവർ ആദ്യം എതിർത്താണ്. പിന്നീട് അവർ തന്നെ യോഗ ചെയ്യുന്ന കണ്ടു. ഇപ്പോൾ അത് ഗണഗീതം, ആർക്കും ഉപദ്രവമില്ല. നമ്മുടെ രാജ്യത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്. അത് കൂടുതൽ RSSകാർ അല്ലെങ്കിൽ സംഘികൾ അത് ആലപിക്കുന്നു. അവർക്ക് രാജ്യസ്നേഹം കൂടുതലുള്ളതുകൊണ്ട് ആലപിക്കുന്നു. അങ്ങനെ രാജ്യത്തെ സ്തുതിക്കുന്ന ഒരു പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്മി അവിടെ ചെന്ന് ചൊറിയുകയും അവരുടെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കൂട്ടുകയും ചെയ്തത്. ആ ഗാനമേളക്കാർ വരെ അത് ഏത് തരത്തിലാണ് എടുത്തതെന്ന് അവരുടെ ഈ അനൗൺസ്മെൻറ്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പരിപാടി 2 പാട്ടും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ഇതുവരെ ഒരു പ്രശ്നമല്ല, ഇപ്പോഴും പ്രശ്നമില്ല. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കേരളത്തിൽ കുറേ കാലമായിട്ട് മതം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഏത് കൂട്ടരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മലപ്പുറവും കാസർഗോഡിലെ ചില ഭാഗങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതേ തരത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മറുവിഭാഗവും തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു കാലത്തും UDF കുറച്ച് കാലം കൂടെ ഒരുപക്ഷെ LDF ഭരണത്തിൽ വന്നേക്കും. പക്ഷേ UDFും UDFിൻ്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗും ഒരു കാലത്തും ഇനി കേരളം ഭരിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാസർഗോഡൊക്കെ അത് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ് കാണിച്ചുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗവും അവരുടെ കൂടെ ഒരു ന്യൂനപക്ഷവും കൂടെ ചേർന്നാൽ ഇതേപോലെ മതവും നോക്കി ഒക്കെയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പിന്നെ ഭാവിയിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ മാത്രമേ ജയിക്കൂ എന്നൊരവസ്ഥ വരും, ബഹുഭൂരിപക്ഷവും. അത് ഇത്രത്തോളം കൊണ്ടുവച്ചത് ആരാണ് എന്ന് ചിന്തിക്കണം. ഏതാണ്ട് സമാനമായ കാര്യത്തിലൂടെയാണ് ഇപ്പോൾ കമ്മികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ സംഖ്യകളുടെ എണ്ണം കൂടിക്കൂടി വരത്തേയുള്ളൂ. വെറുതെ നിങ്ങളുടെ ഭാവി തൊലയ്ക്കരുത് എന്ന് മാത്രമേ രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ ഇവരോട് പറയാനുള്ളൂ. കാരണം ഒരു 10-15 വർഷത്തിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചിരുന്ന പോലെയല്ല, നിങ്ങൾ വിചാരിച്ചിരുന്ന പോലെയല്ല ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇന്ത്യയിലെ ആളുകൾ ചിന്തിക്കുന്നത്. അവർ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ആവണം എന്നതിനെപ്പറ്റി അത് കമ്മ്യൂണിസ്റ്റുകാരിലും കോൺഗ്രസിലും BJPയിലും ഒക്കെ ഉള്ള നല്ലൊരു ശതമാനം ഭൂരിപക്ഷത്തിനും അറിയാം. ആ രീതിയിൽ അവർ പതുക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്ത കൂടുതലായി വന്നാൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ പിന്നെ UDFും കാണില്ല, LDFും കാണില്ല. ഓർമ്മയിരിക്കട്ടെ.